ചുരിദാർ ടോപ്പിൽ നമ്മൾ നെക്ക് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് വെച്ച് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്ക് വെട്ടിയ ഭാഗത്ത് ഈ കഴുത്തിൻ്റെ ഭാഗം നമുക്ക് പിന്നെ എന്താ ചെയ്യേണ്ടത്, സ്റ്റിച്ചിട്ട് ഒരു തയ്യലിടണം. അപ്പോൾ അത് ബിഗിനേഴ്സിനൊക്കെ നല്ലതാണ് കേട്ടോ, അല്ലാത്തവർ ചെയ്യണ്ട. എന്നിട്ട് ആ തയ്യൽ ഇങ്ങനെ ആകുമ്പോൾ ആ ലൈനിങ് കറക്റ്റായിട്ട് അവിടെ ഇരുന്ന് ഇരിക്കും. അല്ലല്ലോ. എന്നിട്ട് നമ്മൾ ക്രോസ് പീസ് വെട്ടി ക്രോസ് പീസ് എടുത്തിട്ട് ഇതേപോലെ രണ്ടായിട്ട് മടക്കണം. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഒരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ അടിച്ചതിൻ്റെ ആ സ്റ്റിച്ച് ചെയ്തേക്കുന്നില്ല, അതിൻ്റെ നേരെ വെച്ചടിക്കണം. അപ്പം നമുക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമുക്ക് ആ അടിച്ച ലൈനിൽ കൂടെ ക്ലോസ് സ്റ്റിച്ച് വെച്ച് അടിച്ചു പോകണം. ഇതേപോലെ ഉണ്ടോ. ഇതേപോലെ പതുക്കെ അടിക്കണം. ഈ അടിക്കുന്നതിനനുസരിച്ച്, ഈ വളവിനനുസരിച്ച് ഈ തുണി ക്രോസ് പീസ് വളച്ചു കൊടുക്കണം. ഉണ്ടോ. ഇതേപോലെ പതുക്കെ വളച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കവിടെ ചുളിവില്ലാതെ അടിക്കാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം ഈ തുമ്പിച്ചിരി അര ഇഞ്ചോളം കയറ്റിയിട്ട് വെട്ടിക്കും. തുമ്പിട്ട് വെട്ടിക്കണം. എന്നിട്ട് ചരിച്ച് ഈ വളവുള്ളിടത്തെല്ലാം കത്രിയുടെ തുമ്പ് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യണം. നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ അത് ചുളിവില്ലാതിരിക്കാനാണ് കേട്ടോ. ഇനി വേണമെങ്കിൽ ഒരു പതിച്ചടി അടിക്കുമ്പോൾ ഈ വെച്ച പീസ് തയ്യൽ തുമ്പ് ഇങ്ങനെ ഇരിക്കണം. ലൈനിങ് നമ്മൾ കഴുത്തിൻ്റെ പീസിലോട്ട് ഇരിക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ വേണം പതിച്ചടിക്കാൻ. എന്നിട്ട് കറക്റ്റായിട്ട് ഇതിങ്ങനെ നിങ്ങൾ പിടിച്ച് നീക്കണം, അല്ലെങ്കിൽ പുറത്തോട്ട് കാണും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അടിച്ച് കഴിയുമ്പോൾ അത് പുറത്ത് നിൽക്കും. ഇങ്ങനെ തയ്ച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നിൽക്കണം, പുറത്ത് കാണരുത്. ഈ ലൈനിങ് പീസ് പുറത്തോട്ട് കാണരുത്, ആ രീതിയിൽ നിൽക്കണം. ഓക്കെ. ബാക്ക് പീസ് അടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ക്രോസ് പീസ് വെച്ച് അടിക്കുന്നതും കൂടെ നോക്കുക. ഇതൊരു ചരിവ് വശമാണ്. ക്രോസ് പീസ് വെട്ടാറിയാമല്ലോ. ഇത് ചരിഞ്ഞ വശം ഇങ്ങോട്ട് കണ്ട ഓപ്പോസിറ്റ് ചെയ്യണം. ചരിഞ്ഞതും കൂടെ ഓപ്പോസിറ്റ് കണ്ട. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇങ്ങോട്ട് ഇതിൻ്റെ തുമ്പ്, ഇങ്ങോട്ട് ഇതിൻ്റെ തുമ്പ്. ഇത് നേരെ വെച്ചിട്ട് അടിക്കുക. ക്രോസ് പീസ് അടിക്കുന്ന കണ്ട. ഇത് ചരിവ് വശം നമ്മളിവിടെ അടിച്ചുണ്ടല്ലോ, ഇതിപ്പോൾ ഇങ്ങനെ കിട്ടും, കറക്റ്റായിട്ട് കിട്ടും. ഇത് അതേപോലെ തന്നെ ഈ ചരിഞ്ഞ വശമാണ്. അപ്പോൾ ഈ ചരിഞ്ഞ വശം അങ്ങോട്ട് നിൽക്കണം. എന്നിട്ട് അതേപോലെ അടിച്ചു പോകണം, ചരിഞ്ഞടിച്ചു പോകണം. അപ്പോൾ നമുക്കത് ഇതടിക്കുമ്പോൾ കെട്ടിട്ട് തുടങ്ങി കെട്ടിട്ട് നിർത്തിക്കുക. അന്നേരം തയ്യൽ പോകാതിരിക്കും കേട്ടോ. ഇതിനെ ഒന്ന് രണ്ടായിട്ട് മടക്കുക. അപ്പോൾ നമുക്കത് അടിക്കാൻ എളുപ്പമായിരിക്കും. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇതേപോലെ രണ്ടായിട്ട് ആ ക്രോസ് പീസിനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ നെക്കിൽ വെച്ച് അടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അടിക്കാൻ എളുപ്പമായിരിക്കും. ബിഗിനേഴ്സിന് പറഞ്ഞു തരുന്നത് കേട്ടോ, ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്യേണ്ട.
മെറ്റീരിയൽ ചെയ്താൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഫ്രണ്ട് പീസിൽ വെക്കാനാണ് ഞാൻ അടുത്ത്. നമ്മൾ ബാക്ക് പീസിലായിരുന്നു ആദ്യം വെച്ചത്. ഫ്രണ്ട് പീസിൽ ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. നെക്ക് ഭാഗത്ത് നമ്മളിപ്പോൾ അടിച്ചു വെച്ച പീസ് ഈ പറഞ്ഞ രീതിയിൽ ചെയ്തു പോവാം. ഉണ്ടോ? ഒരു 4 ഇഞ്ചോ മുന്നോട്ട് നിൽക്കണം കേട്ടോ. 4 ഇഞ്ച് തയ്യൽ തുമ്പാട്ട് ഇടണം. അതേപോലെ രണ്ടും കൂടെ ചേർത്ത് വെച്ചടിക്കണം. നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ നെക്കും, അതായത് ലൈനിങ് ക്രോസ് പീസിൻ്റെ നെക്കും കൂടെ ഈ ക്രോസ് പീസും കൂടെ ചേർത്ത് വെച്ചടിക്കണം. വളച്ച് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വലിക്കരുത്. ക്രോസ് പീസ് വലിക്കരുത് കേട്ടോ. പതുക്കെ ഇതേപോലെ കഴുത്തിൻ്റെ ആ ഷേപ്പിൽ അടിച്ചു കൊടുക്കും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കഴുത്ത് നല്ല രീതിയിൽ അടിച്ചെടുക്കാൻ പറ്റും. ഉണ്ടോ? എന്നിട്ട് നമുക്കിതങ്ങ് ബാലൻസ് ഉള്ളത് മാറ്റാം. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈ കത്തിരിയുടെ അറ്റം വെച്ച് സൈഡിൽ ആ വളവുള്ളിടത്തെല്ലാം നൂലിൽ കട്ട് ചെയ്യാതെ, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ നൂലിൽ കട്ട് ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നെക്ക് ഭാഗം നമുക്ക് പതിച്ചടിക്കാൻ വളഞ്ഞു വരും, ചുളിവില്ലാതിരിക്കും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ പതിച്ചടിക്കാം. ഇങ്ങനെ പതിച്ചടിക്കണേ. ബാലൻസ് കട്ട് ചെയ്താണ്. ഇനി നമുക്കിത് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാം. ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് പീസിൻ്റെ നമ്മൾ വെച്ച പീസ് ഉള്ളിലോട്ട് വെച്ച്, എന്നിട്ട് ഷോൾഡർ എടുത്ത് നമ്മൾ ബാക്ക് പീസിൻ്റെ ഷോൾഡർ എടുത്ത് കറക്റ്റ് തന്നെ ഇതേപോലെ വെക്കണം. കറക്റ്റ് ഇതേപോലെ വെക്കണം. എന്നിട്ട് ബാക്ക് പീസിൻ്റെ ക്രോസ് പീസ് വെച്ച് അടിച്ച ഭാഗമുണ്ടല്ലേ, ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ കണ്ട, എന്നിട്ട് അടിക്കണം. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫ്രണ്ട് പീസിൽ നമ്മൾ ക്രോസ് പീസ് വെച്ച് അടിച്ചത് ആ തുണിയുടെ ചീത്ത വശത്തോട്ട് മടക്കി ഷോൾഡർ വെച്ചടിക്കും. ബാക്ക് പീസിൻ്റെ ഈ എൻഡ് ഭാഗം, കഴുത്തിൻ്റെ എൻഡ് ഭാഗം കറക്റ്റായിട്ട് അവിടെ വെച്ചിട്ട് ഇതിൻ്റെ ക്രോസ് പീസ് വെച്ച് അടിച്ച ഭാഗം തയ്യൽ തുമ്പിനെ ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് അടിക്കണം. അപ്പോൾ ഇനി തിരിച്ചെടുക്കുമ്പോൾ ഈ തയ്യൽ തുമ്പ് ഉള്ളിൽ പോകും. അപ്പോൾ അവിടെ നെക്കിൻ്റെ ഭാഗം നല്ല ക്ലിയറായിട്ട് കിട്ടും. കെട്ടിട്ടടിച്ച് നിർത്തണം കേട്ടോ. ഇതേപോലെ കെട്ടിട്ട് നിർത്തി. ഇനി ഇപ്പുറത്തും ഇതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തെ ക്രോസ് പീസ് അടിച്ചത് ഉള്ളിലോട്ട് വെച്ചതിന് ശേഷം ബാക്ക് പീസിൻ്റെ നെക്ക് ഭാഗം ക്രോസ് ഇങ്ങനെ കവർ ചെയ്തെടുക്കും. എന്നിട്ട് നമുക്ക് ഷോൾഡർ അടിച്ചു ആ തോളിൻ്റെ അവിടെ കെട്ടിട്ടടിച്ചു. രണ്ടടി കൊടുക്കാൻ ഞാനിവിടെ ലോക്ക് ചെയ്തു കേട്ടോ.
നമ്മളത് കഴിഞ്ഞതിന് ശേഷം ആ തയ്യൽത്തുമ്പ് വെട്ടിയിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ അവിടെ ഇച്ചിരി കട്ടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ ലൈനും കൂടെ ചേർന്നതല്ലേ, ലൈനിങ്ങും മെയിൻ പീസും നമ്മൾ വെച്ച പീസും എല്ലാം കൂടെ പാദം വെട്ടി കളയണം, അല്ലെങ്കിൽ അവിടെ മുഴച്ച് നിൽക്കും. എന്നിട്ട് നമ്മൾ കണ്ട അപ്പം നമുക്ക് ഇതിങ്ങനെ കിട്ടും, കാണത്തില്ല. അതിനെ അങ്ങ് മറവ് ചെയ്യും, പുറത്തും കൂടെ കണ്ട ഇതേപോലെ കിട്ടും. ഇത് ആ ജോയിൻ്റ് കഴുത്തിൻ്റെ ഭാഗത്ത് കാണത്തില്ല, കണ്ടില്ലേ? ഞാനിവിടെ ലോക്ക് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇത് ഹെമ്മിങ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുന്നത്, കാരണം നൈസ് തുണിയായതുകൊണ്ടേ മെഷീൻ അടിക്കുന്നില്ല. ഹെമ്മിങ് അത് ലൈനിങ്ങും കറക്റ്റായിട്ടുള്ള ലൈനിങ് അല്ല അവർ തന്നേക്കുന്നത്, യെല്ലോ കളറല്ല. അപ്പോൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കത് പുറത്ത് കാണാത്ത രീതിയിൽ നല്ലോണം ചെയ്ത് കൊടുക്കാം. ഓക്കെ, എല്ലാവരും ചെയ്ത് പഠിക്കണം കേട്ടോ.